ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തിരിച്ച് UK പോവുകയാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 4:30. നാളെ രാവിലെ 4:30ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇപ്പോൾ ആലപ്പുഴയിലാണുള്ളത്. ഞങ്ങളിവിടെ കുറച്ച് നേരത്തെ പോവാം. അപ്പോൾ എറണാകുളമൊക്കെ ഒന്ന് കണ്ടിട്ട് രാവിലെ ഫ്ലൈറ്റ് കയറി പോകണം. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സാഹചര്യങ്ങൾ ഒക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എമിറേറ്റ്സിനാണ് പോകുന്നത് രാവിലെ 4:30ക്ക്. കൊച്ചി ടു ദുബായ് ടു മാഞ്ചസ്റ്റർ. അപ്പോൾ അവിടെ ചെന്നിട്ട് കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചകളും കാണിച്ചു തരാം, മാഞ്ചസ്റ്ററിൽ നിന്നുള്ള കാഴ്ചകളും കാണിച്ചു തരാം. ഓക്കെ, ദേ അമ്മ, ദേ അച്ഛൻ, ഞങ്ങൾ രണ്ടിടത്ത വണ്ടി ചേട്ടൻ ഉണ്ടാക്കി, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാരണം ഞങ്ങൾ നേരെ പോയത് എറണാകുളം ലുലുവിലാണ്. ലുലുവിൽ കയറി ലുലുവൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് നേരെ PVR കയറി. ഒരു സിനിമ ഉണ്ട്, വലതുവശത്തെ കളർ, കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോയി. എന്നെ അച്ഛനും അമ്മയൊക്കെ കയറ്റി വിട്ടിട്ട് അവരങ്ങ് പോയി. ഞാനങ്ങനെ ബാഗേജ് കൊടുത്തു. എന്നിട്ട് നേരെ എയർപോർട്ടിനകത്ത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ നേരെ പോയത് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. എല്ലാം നല്ല ക്ലീൻ ടോയ്ലറ്റൊക്കെ. എന്നിട്ട് നേരെ 4:30 ആയപ്പോൾ തന്നെ ഫ്ലൈറ്റ് എടുത്തു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നേരെ ഫ്ലൈറ്റിൽ കയറി. അവരാദ്യം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഫുഡെല്ലാം കൊണ്ട് തന്നു. അങ്ങനെ അത് നോക്കി. സ്ക്രാമ്പിൾഡ് എഗ്ഗും നാനുമായിരുന്നു, പക്ഷേ ഫുഡ് ശോകമായിരുന്നു. അങ്ങനെ അതും കഴിച്ച് നേരെ ഇറങ്ങിയത് ദുബായ് എയർപോർട്ട്. അവിടെ എയർപോർട്ടിനകത്ത് ഡ്യൂട്ടി ഫ്രീയും കാര്യങ്ങളൊക്കെ കയറി കണ്ടു. എനിക്ക് 6.5 മണിക്കൂർ ലേ ഓവർ ഉള്ള കാരണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. സോ ഇങ്ങനെ വായി നോക്കി നടന്നു. എൻ്റെ ഗേറ്റിൽ നിന്ന് വേറെ ഗേറ്റിലേക്ക് പോകാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അത് നോക്കി പിടിക്കാനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മെസ്സേജ് വന്നു, ഇങ്ങനെ മിസൈൽ വീഴാൻ ചാൻസ് ഉണ്ട്, സോ എല്ലാവരും എവിടെയെങ്കിലും സുരക്ഷിതരായി പോയിരിക്കാനെന്നും പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഈ സംഭവം നടന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടി അണ്ടർഗ്രൗണ്ടല്ല, ഏറ്റവും താഴത്തെ ബിൽഡിങ്ങിൽ പോയി നിന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം അടുത്ത മെസ്സേജ് വന്നു, കുഴപ്പമൊന്നും ഇല്ല എന്നും പറഞ്ഞു. എന്നിട്ട് നേരെ അവിടെ ഇരുന്ന് കുറച്ച് നേരം. സോ എനിക്കിപ്പോൾ ഗേറ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്. B13 നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? അറൗണ്ട് 1:30ക്കാണ്. ഇപ്പോൾ സമയം 8 o'clock. ദുബായിലിപ്പോൾ 8 മണിയാണ് സമയം. ഉച്ചയ്ക്ക് 1:30ക്കാണ് ഫ്ലൈറ്റ് ഫ്രം ദുബായ് ടു മാഞ്ചസ്റ്റർ. ആൻഡ് ഐ ആം ഫീലിംഗ് സോ ടയേർഡ്. കഴിച്ചു. ഫ്ലൈറ്റിൽ ഫുഡ് ഷോക്കായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ മാക്കീസിൽ നിന്ന് എല്ലാം കഴിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി ഹംഗ്രി. നോക്കട്ടെ, എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കാൻ പോവുകയാണ്. തറയിലിരിക്കുക ഗൈസ്. ചാർജ് ചെയ്യാൻ നല്ല സ്പോട്ടൊന്നുമില്ല. സ്പോട്ടുണ്ട്, പക്ഷെ അപ്പുറത്തൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അടുത്ത് നല്ല സ്പോട്ട് ഇല്ല. സോ ഇവിടെ നല്ല ക്ലീനാണ്, അത്യാവശ്യം തോന്നുന്നു. പൊടിയൊന്നുമില്ല, നല്ലതാണ്. സോ ഇവിടെ ഇരുന്ന് ഫോൺ ചാർജ് ചെയ്യട്ടെ. ഫോൺ ചാർജ് ചെയ്യുകയാണ് ഗൈസ്. എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് എനിക്കറിയത്തില്ല, ഭയങ്കര പാട് കണ്ടുപിടിക്കുക. അവർ A എന്നാണ് കൊടുത്തേക്കുന്നത്. A തന്നെ 24 ഗേറ്റ് ഉണ്ട്. അമ്മ നമ്പർ കൊടുത്തിട്ടില്ല, അതെന്താണെന്ന് അറിയില്ല. ആക്ച്വലി ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞില്ല, ഇനിയും ഒരു 3-4 hours ഉണ്ട്. അപ്പോൾ ഇനി നമ്പർ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം ഏതാ ഗേറ്റ് നമ്പർ കാണിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ Aയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, Aയിൽ പോകണമെങ്കിൽ മെട്രോയോ ആ സംഭവം കയറി പോകണം. കുഴപ്പമില്ല, അതുകൊണ്ട് അവിടുന്ന് അടുത്തുനിന്നുണ്ട്. അപ്പോൾ അത് കയറി പോകണം. പിന്നെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല, എനിക്ക് വിശപ്പില്ല. വയറിന് അങ്ങോട്ട് നല്ല സുഖമില്ല.
സോ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല, ചാർജ് ആകുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം പാട്ട് കേൾക്കാം. പാട്ട് പോയില്ല, പാട്ട് പാടി ഉറങ്ങുന്നില്ല, പാട്ട് പാടി അല്ല പാട്ട് കേട്ട് റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് നേരം. ബൈ. ഹായ്, ഇവിടുത്തേനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സംഭവം മാക് അറേബ്യ ചിക്കൻ എന്ന് പറയുന്ന സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊരു നാനിനകത്ത് ചിക്കൻ വെച്ചായിരുന്നു, പക്ഷേ മയമൊക്കെ ഇട്ട് നൈസ് ടേസ്റ്റ്. UK കിട്ടുന്നതല്ല, UK ചുമ്മാ ഇഷ്ടമാണ്, ഒന്നും പറയാനില്ല, അടിപൊളി സാധനം. മെഗ്ഡി ആദ്യമായിട്ട് കഴിച്ചിട്ട് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നി. പക്ഷെ ഡ്രിങ്ക് വലിയ ഗുണമില്ല കേട്ടോ, ആപ്പിൾ ഡ്രിങ്ക്. പിന്നെ ഫ്രൈസ് ഓക്കെ നല്ല. അങ്ങനെ A30 നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ് പോകുന്നത്. അങ്ങനെ ആ ഗേറ്റിൽ ഞാൻ എത്തി, ഗേറ്റ് കണ്ടുപിടിച്ചു. ഒരുപാട് നടന്നായിരുന്നു. അപ്പം അവിടെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കയറി കണ്ടു. പെട്ടെന്ന് തന്നെ സമയം പോയി, 6.5 മണിക്കൂർ പോയത് അറിഞ്ഞേ ഇല്ല. എന്നിട്ട് നേരെ അവർ ആൾക്കാരെ കയറ്റാൻ തുടങ്ങി. ഞാൻ കയറി. ഞാൻ അപ്പർ ഡെക്കിലാണ് എക്കണോമി സീറ്റ് എടുത്തത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം താഴത്തെ ഡെക്കിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി അപ്പർ ഡെക്ക് എടുത്തതാണ്. ഒന്നും പറയാനില്ല, അടിപൊളി. എനിക്ക് ലോവർ ഡെക്കിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് അപ്പർ ഡെക്കിൽ എക്കണോമിയാണ്. അത് 2-3-2 ആയിട്ടാണ് സീറ്റിങ് വരുന്നത്. അപ്പോൾ സ്പേസ് ഇത്തിരി കൂടുതലാണ്. നല്ല അടിപൊളി ഫ്ലൈറ്റായിരുന്നു, ഒന്നും പറയാനില്ല. കൊച്ചി ടു ദുബായ് ഇത്തിരി ശോകമാണെങ്കിലും ഇത് എല്ലാം നല്ലതായിരുന്നു. പിന്നെ നേരെ കയറി ടോയ്ലറ്റ് കണ്ടു. ടോയ്ലറ്റ് ഇവിടെ അടിപൊളി. എനിക്ക് ഒന്നാമത് രാവിലത്തെ സ്ക്രാമ്പിൾ എഗ്ഗും ഞാനിവിടെ കഴിച്ചപ്പോൾ തന്നെ വേറെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട 9 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ലാൻഡായി. എന്നിട്ട് നേരെ എമിഗ്രേഷനിൽ പോയി. എമിഗ്രേഷൻ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലായിരുന്നു, എല്ലാം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് നേരെ പോയി ബാഗേജ് കളക്ട് ചെയ്തു. നമ്പർ 11 നിന്നായിരുന്നു എൻ്റെ ബാഗേജ് കളക്ഷൻ. നേരെ പോയി ബാഗേജ് കളക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. എനിക്ക് പോകേണ്ടത് വിദിൻഷാളിലോട്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ട്രാം എടുക്കണമായിരുന്നു. ഞാൻ ഇറങ്ങി, എമ്മാൻഡസ് ഒക്കെ കണ്ടു. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. എന്നിട്ട് നേരെ ട്രാമിൽ കയറി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ബാക്കി സംഭവ വികാസങ്ങളുണ്ടായത്. ചെറിയൊരു പ്രശ്നം വന്നല്ലോ. സംഭവം ഞാൻ ട്രാം ഇറങ്ങി. എനിക്ക് അടുത്ത സ്റ്റോപ്പിലായിരുന്നു ഇറങ്ങേണ്ടത്. കുറേ പിള്ളേർ കയറിയിട്ട് അതിനകത്തുള്ള എമർജൻസി ബട്ടൺ പിടിച്ചു വലിച്ചു. അത് കാരണം ഇറങ്ങാൻ പറ്റിയില്ല. ഇറങ്ങാനില്ല, അതിന് മുമ്പിലത്തെ സ്റ്റോപ്പിൽ അത് ട്രാം പിടിച്ചിട്ടിട്ട് പറഞ്ഞു ട്രാം ഇനി വർക്കാവില്ലത്, റീസെറ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഇറക്കി വിട്ടു. അപ്പോൾ ഞാനിപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവന്മാരിപ്പോൾ വരും വിളിക്കാൻ. അതുകൊണ്ട് നോട്ട് ഇൻ സർവീസ് എന്നും പറഞ്ഞ് വരുന്നുണ്ടോ. ഇതായിരുന്നു എൻ്റെ ട്രാം, ഞാൻ വന്ന ട്രാമായിരുന്നു. പക്ഷെ അത് പണി കിട്ടി. ആണോ, നോട്ട് ഇൻ സർവീസ്. ഇതില്ല ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കാണ് പിള്ളേർ കയറി. ഒരു 10-15 കയറിയിട്ട് അതെല്ലാം പിടിച്ച് വലിച്ചു. ദെൻ അങ്ങനെ കണ്ട് പോകുന്നു. നമുക്കൊന്നും ചെയ്യാനില്ല. വേണ്ട, എന്നെ വിളിക്കാൻ ആളും അതേ. Passenger announcement, unfortunately due to the damage these little ships have done, this vehicle is now out of service.